മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം ലഭിച്ച ടി.എം. കൃഷ്ണയെ പിന്തുണച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. സംഗീതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തരുത് എന്ന് സ്റ്റാലിൻ പ്രതികരിച്ചു. ടി.എം. കൃഷ്ണയ്ക്ക് പുരസ്കാരം നൽകിയ അക്കാദമിയെയും സ്റ്റാലിൻ അഭിനന്ദിച്ചു. ടി.എം. കൃഷ്ണയെ എതിർത്ത കർണാടക സംഗീതജ്ഞരെ ബി.ജെ.പി പിന്തുണച്ചിരുന്നു. വിനിത വേണു തുടരുന്നുണ്ട്. വിനിത, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില സംഗീതജ്ഞർ തന്നെ ടി.എം. കൃഷ്ണയ്ക്ക് പുരസ്കാരം നൽകിയതിനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ തമിഴ്നാട്ടിൽ രണ്ടു പക്ഷമായി തിരിഞ്ഞിരിക്കുകയാണ്. ടി.എം. കൃഷ്ണയ്ക്ക് അവാർഡ് നൽകിയതിനെ അംഗീകരിക്കുന്നവരും എതിർക്കുന്നവരും. തീർത്തും രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു ഈ വിവാദം എന്നുള്ളതാണ്. സംഗീത കലാനിധി പുരസ്കാരം ടി.എം. കൃഷ്ണയ്ക്ക് നൽകിയതിന് പിന്നാലെയാണ് ഒരു വിഭാഗം സംഗീതജ്ഞർ ഇതിൽ ബഹിഷ്കരണവും പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തത്. നമുക്കറിയാം, രഞ്ജിനി ഗായത്രി സഹോദരിമാരാണ് ആദ്യം ടി.എം. കൃഷ്ണയ്ക്ക് പുരസ്കാരം നൽകിയതിൽ പ്രതിഷേധിച്ചതും ഈ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ മറ്റു പല സംഗീതജ്ഞർ, ട്രിച്ചി സഹോദരന്മാർ ഉൾപ്പെടെ കർണാടക സംഗീതത്തിലെ പ്രമുഖരായ പലരും ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. എന്നാൽ ബി.ജെ.പി ഈ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് ഇതൊരു രാഷ്ട്രീയമായി മാറുന്നത്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ തന്നെ ഈ ടി.എം. കൃഷ്ണയെ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ ടി.എം. കൃഷ്ണയെ എതിർക്കുന്നവരെ പിന്തുണച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി. ബ്രാഹ്മണ സമൂഹത്തെ അധിക്ഷേപിച്ചു ടി.എം. കൃഷ്ണ, അത്തരത്തിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഈ കർണാടക സംഗീതത്തിൽ ഒരു മഹനീയമായ പുരസ്കാരം നൽകുന്നതിലൂടെ, സംഗീത കലാനിധി പുരസ്കാരം അക്കാദമി നൽകുന്നതിലൂടെ അത് ഒരു വിഭാഗത്തെ മുഴുവൻ അവഹേളിക്കുന്നതാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായാണ് ബി.ജെ.പി നേതാക്കളൊക്കെ തന്നെ രംഗത്തെത്തിയത്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ തന്നെ ടി.എം. കൃഷ്ണയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തുന്നത്. അതായത് പെരിയാറിനെ പിന്തുണയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ പെരിയാറിന്റെ സന്ദേശങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന ഒരാളാണ് ടി.എം. കൃഷ്ണ എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ നൽകാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണ് എന്നാണ് എം.കെ. സ്റ്റാലിൻ ചോദിക്കുന്നത്. ആ രീതിയിൽ അതിനെ കാണേണ്ടതില്ല. അദ്ദേഹം ഒരു മികച്ച കലാകാരനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് സംഗീത കലാനിധി പുരസ്കാരം നൽകുന്നത് തീരുമാനിച്ചത്. അതിനെ ബഹിഷ്കരിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നത് തീർത്തും അനുചിതമാണ് എന്നാണ് എം.കെ. സ്റ്റാലിൻ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം ബി.ജെ.പി ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിനെ രൂക്ഷമായ ഭാഷയിൽ എതിർക്കുകയും ചെയ്യുന്നു. സംഗീതവും അല്ലെങ്കിൽ കലയും രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്. ആ രീതിയിൽ തന്നെ അതിനെ വേർതിരിച്ചു കാണണം. ടി.എം. കൃഷ്ണയുടെ നിലപാടുകളല്ല അദ്ദേഹത്തിന്റെ സംഗീതത്തിന്, അദ്ദേഹത്തിന്റെ കലയ്ക്കുള്ള പുരസ്കാരമാണ് സംഗീത കലാനിധി പുരസ്കാരം. ആ രീതിയിൽ തന്നെ അതിനെ കാണണം. മറ്റൊരു രീതിയിൽ രാഷ്ട്രീയ പ്രചരണത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് ബി.ജെ.പി ഇതിനെ ഉപയോഗിക്കരുത് എന്നുകൂടി സ്റ്റാലിൻ പറഞ്ഞു വെക്കുന്നു. അത്തരത്തിൽ രാഷ്ട്രീയ രംഗത്തെ, രാഷ്ട്രീയമായി പോലും ഈ ചർച്ചകൾ വരുമ്പോൾ രണ്ട് ചേരിയായി തിരിഞ്ഞിരിക്കുന്നു എന്ന നികേഷ് തീർത്തും ശരിയാണ്. ടി.എം. കൃഷ്ണയെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും എന്ന രീതിയിലേക്ക് അത് മാറുന്നു. പക്ഷേ ടി.എം. കൃഷ്ണയുടെ നിലപാടുകളെ അംഗീകരിക്കുന്നവരാണ് ഭൂരിഭാഗവും എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അക്കാദമി തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ടി.എം. കൃഷ്ണ എന്ന കലാകാരനെ ആദരിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്നുകൂടി അക്കാദമി പറഞ്ഞു വെക്കുന്നു. വിനീത വേണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.